ആരാണ് ഉളഹിയത്ത് അറുക്കേണ്ടത്? ഉളഹിയത്ത് അറുക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 വർഷം മദീനയിൽ താമസിച്ചിട്ടുണ്ട്. ഈ 10 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളഹിയത്ത് അറുത്തിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപ്രകാരം ചില ഇമാമിങ്ങൾ ഈ ഉളഹിയത്ത് അറുക്കുക എന്നത് നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം സാമ്പത്തിക ശേഷി ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അവന് ശക്തിയായ സുന്നത്താണ് എന്ന് കാണാൻ കഴിയും. എന്നാൽ തനിക്കും താൻ ചെലവ് കൊടുക്കൽ ബാധ്യതയുള്ള ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടുന്ന ചിലവ് കഴിഞ്ഞ് ബാക്കി സമ്പത്ത് കയ്യിലുണ്ട് എങ്കിൽ ഇവന് ഉളഹിയത്ത് അറുക്കൽ സുന്നത്താണ്. എന്നാൽ കടമുള്ളവനാണ് എങ്കിൽ അവിടെ അറുക്കൽ സുന്നത്തുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. കടമുള്ളവനാണ് എങ്കിൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, അവധി ഇറങ്ങിയ കടം, അവധി ഇറങ്ങാത്ത കടം. അവധി ഇറങ്ങിയ കടമാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ കടം വീട്ടുകയാണ് വേണ്ടത്. മറിച്ച് ആ സമയത്ത് ഉളഹിയത്ത് ഉത്തമമല്ല, അവിടെ കടം വീട്ടലാണ് ഉത്തമം. മറിച്ച് അവധി ഇറങ്ങിയ കടമൊന്നുമല്ല എങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തനിക്കും താൻ ചെലവ് കൊടുക്കൽ ബാധ്യതയുള്ള ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ആ പെരുന്നാളിൻ്റെ അന്നത്തെ ദിനത്തിൽ വേണ്ടുന്ന ചിലവുകൾ കഴിഞ്ഞിട്ട് ബാക്കി ധനം അവൻ്റെ പക്കലുണ്ട് എങ്കിൽ അവന് ഉളഹിയത്ത് അറുക്കൽ സുന്നത്താണ്. പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം മുതൽ ദുൽഹജ്ജ് 13 വരെയാണ് ഈ ഉളഹിയത്ത് കർമ്മത്തിൻ്റെ സമയം എന്നുള്ളത്. ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ദുൽഹജ്ജ് 1 മുതൽ ഈ അറുക്കപ്പെടുന്ന സമയം വരെ തൻ്റെ നഖം, പല്ല്, രക്തം പോലെയുള്ളവ നീക്കം ചെയ്യൽ കറാഹത്താണ്. അവിടെ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ്. എപ്പോഴാണോ ഈ മൃഗത്തെ അറുക്കുന്നത് അതിനുശേഷം അവൻ അത് അനുവദനീയമാണ്. ഒരു വ്യക്തിക്ക് വെള്ളിയാഴ്ച നഖം വെട്ടൽ സുന്നത്താണ് എങ്കിൽ പോലും ഈ മനുഷ്യന് അവിടെ സുന്നത്തില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നു.